ഗും ഗുരുഭ്യോ നമഃ. ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. ശ്രീ ലങ്കാലക്ഷ്മി അതിവിനീതയായി തൊണ്ടയിടറിക്കൊണ്ട് കപീന്ദ്രനെ നോക്കി, വീരനായ വാനരേന്ദ്ര, മഹാബാഹുവായ അങ്ങ് പ്രസാദിക്കണേ, രക്ഷിക്കണേ. സത്വസമ്പന്നരായ മഹാബലവാന്മാർ ധർമ്മത്തിൽ അടിയുറച്ചു നിൽക്കുന്നവരാണ്. സൗമ്യനായ കപികേസരി, ലങ്കാനഗരി ഞാൻ തന്നെയാണ്. അമേയ വിക്രമനായ അവിടുന്ന് വിക്രമത്താൽ എന്നെ വിജയിച്ചു. സത്യമായ ചില കാര്യങ്ങൾ ഞാൻ പറയാം, കേൾക്കൂ. ഹരീശ്വര, വിധാതാവ് എനിക്കൊരു വരം കൽപ്പിച്ചു തന്നിട്ടുണ്ട്. എന്നാണോ നിന്നെ ഒരു വാനരപ്രമുഖൻ ശക്തി കൊണ്ട് കീഴടക്കുന്നത്, അന്ന് ഈ ലങ്കയിലെ അരക്കന്മാർക്ക് ആപത്ത് വന്നു എന്ന് മനസ്സിലാക്കണം. ശാന്തനായ അവിടുന്ന് ഇന്നെന്നെ തോൽപ്പിച്ചു. അതിനാൽ ആ കാലം എത്തിയെന്നത് തീർച്ചയായി. ബ്രഹ്മാവ് അരുളി ചെയ്തത് വെറുതെയാകുമോ? അവിടുത്തെ മൊഴികൾക്ക് ഒരിക്കലും തെറ്റ് പറ്റുകയില്ലല്ലോ. ദുരാത്മാവായ രാക്ഷസ പെരുമാൾക്കും രാക്ഷസവംശത്തിനും സീതാദേവി കാരണം വിനാശകാലം അടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് ഹേ കപികുഞ്ചര, അസുരനഗരിയിൽ യഥേഷ്ടം സഞ്ചരിച്ച് അവിടുന്ന് ഉദ്ദേശിച്ച കാര്യങ്ങൾ മുഴുവൻ നടത്തിക്കൊള്ളൂ. കപിവ്യാക്രമേ, ശാപം കൊണ്ട് ഇടിവു വന്ന രാവണപാലിതയായ ലങ്കയിൽ കടന്നു ചെന്ന് സതീരത്നമായ സീതാദേവിയെ തിരഞ്ഞുകൊള്ളൂ. സവിനയം പറഞ്ഞ വാക്കുകൾ ആഞ്ജനേയരെ സന്തുഷ്ടനാക്കി. ഉത്തമ നഗര ദേവതയായ കാമരൂപിണി ലങ്കാലക്ഷ്മിയെ ശക്തി കൊണ്ടിങ്ങനെ ജയിച്ച പ്ലവകവരൻ വാതിൽക്കൽ കൂടിയല്ല പട്ടണത്തിലേക്ക് കടന്നത്. കപിരാജാവായ സുഗ്രീവന്റെ ഹിതം ചെയ്യുവാൻ ഉദ്ദേശിച്ച ആ മഹാഭുജൻ മതിൽ ചാടി അകത്തേക്ക് ഇടതുകാൽ വെച്ചാണ് പ്രവേശിച്ചത്. അത് മറ്റാരുടെ തലയിൽ ചവിട്ടിയതായി തീർന്നു. സത്വസമ്പന്നനായ പവനതനയൻ സന്ധ്യ കഴിഞ്ഞ ഉടനെ അകത്തു കടന്ന് പൂവിതറിയ രാജപാതയിൽ കൂടി അഭിരമ്യമായ ലങ്കാപുരിക്ക് നേരെ നടന്നു. പെരുമ്പറകളുടെ മന്ത്രമധുരനാദം പൊട്ടിച്ചിരികളോടുകൂടി ഉയർന്നു കേൾക്കാം. വജ്രായുധത്തേക്കാൾ രമണീയമായ വജ്രരത്നനിർമ്മിത ശ്രീഗൃഹങ്ങളാൽ ആ നഗരി ശോഭിച്ചു. താമരപ്പൂ പോലെയും സ്വസ്തിക ചിഹ്നം പോലെയും ഉയർന്നു നിൽക്കുന്ന വെൺമാളികകൾ, ധനധാന്യ സമൃദ്ധങ്ങളായ കച്ചവട മന്ദിരങ്ങൾ, വിചിത്രമാല്യങ്ങളാൽ തോരണം ചാർത്തി അലങ്കരിച്ച നക്തഞ്ചര ഗൃഹങ്ങൾ, ഇങ്ങനെ മനോമോഹനങ്ങളായ വീഥികൾ ഓരോന്നോരോന്നായി കപിരാജ ഹിതോദിതനായ ശ്രീ ഹനുമാൻ രഘുവീര്യകാര്യാർത്ഥം നടന്നുകൊണ്ട് സന്തുഷ്ടനായി തീർന്നു. വിവിധ ആകൃതിയിലും രൂപത്തിലുമുള്ള ഭവനത്തിൽ നിന്ന് അതേപോലെയുള്ള മറ്റൊന്നിലേക്ക് അങ്ങനെ ഓരോന്നോരോന്നായി പിന്നിട്ടു. വമ്പരായ നിശാചരന്മാരുടെ ആലയങ്ങളിൽ നിന്ന് ചിലമ്പൊലിയും അരഞ്ഞാണിൻ കിലുക്കവും കോണി കയറിയിറങ്ങുന്ന ശബ്ദവും മുഴങ്ങുന്നു. സ്വർഗത്തിൽ അപ്സര സ്ത്രീകളെന്ന പോലെ അസുരവര മംഗമാർ മതത്തോടെ ത്രിസ്വര ഭൂഷിതങ്ങളായ ഗാനങ്ങൾ ആലപിക്കുന്നു. എന്നാൽ ചില ദാനവ നിലയങ്ങളിൽ നിന്ന് കേൾക്കുന്നത് മന്ത്രജപങ്ങളാണ്. മറ്റു ചിലയിടങ്ങളിൽ വേദോച്ചാരണം. അടുത്തുതന്നെ ദശവചനാപദാനങ്ങളെ സ്തോത്രരൂപത്തിൽ കീർത്തനം ചെയ്ത് ആർക്കുന്ന അരക്ക സമൂഹം. രാജവീഥികളിൽ നിറഞ്ഞു വഴിഞ്ഞു നിൽക്കത്തക്ക അസുരന്മാർ ചില ദിക്കിൽ. ദശഗ്രീവ ചാരന്മാർ സൈന്യനിരകളുടെ ഇടയിലുണ്ട്. ദീക്ഷ വളർത്തിയ അസുരന്മാരുടെ ഇടയിൽ തന്നെ മുണ്ടനം ചെയ്തവരെയും കാണാം. ജടാഭാരത്തോടു കൂടിയവരും മൂരിത്തോൽ ഉടുത്തവരും ദർഭ മുഷ്ടിപ്രഹരണരും അഗ്നികുണ്ഡം ശസ്ത്രമാക്കിയവരും കുടം, മുൾത്തടി, ദണ്ഡം എന്നിവ ആയുധങ്ങളാക്കിയെടുത്തവരും ഒറ്റയായും കൂട്ടമായും നിൽക്കുന്നത് മാരുതി കണ്ടു. ഒറ്റക്കണ്ണന്മാർ, ഒരു ചെവി മാത്രമുള്ളവർ, മുല തൂങ്ങിയവർ, ഉദരം വലുതായി കിഴിഞ്ഞവർ, ചെരിഞ്ഞ മുഖത്തോടു കൂടിയവർ, അതിഘോര രൂപമുള്ളവർ, മുണ്ടന്മാർ, വിരൂപാംഗമുള്ളവർ, വില്ലെടുത്തവർ, ഖഡ്ഗധാരികൾ, വലിയ തടിയന്മാർ, ഏറ്റവും മെലിഞ്ഞവർ, നീളം കൂടിയവർ, ഒത്ത ഉയരമുള്ളവർ, കാർമുകിൽ മാല പോലെ കറുത്തവർ, മുണ്ടത്തവും കൂനും ഇല്ലാത്തവർ, വിരൂപന്മാർ, അനേകം രൂപന്മാർ, അതിതേജസ്വിയുന്നവർ, അതിസൗഭാഗ്യസ്വരൂപികൾ, കൊടിക്കാലും കൊടിയും ഏന്തിയവർ, വിവിധ ആയുധധാരികൾ, ശക്തിവൃക്ഷം എന്നിവ എടുത്തവർ, പട്ടസം, അശനി തുടങ്ങിയ നിശിത ആയുധങ്ങൾ വഹിച്ചവർ, കവണക്കാർ, പാശധാരികൾ, മാലകൾ അണിഞ്ഞ്
കുറിക്കൂട്ടുകൾ പൂശി ആഭരണങ്ങളെല്ലാം ധരിച്ച് വിചിത്ര വേഷമാർന്ന് യഥേഷ്ടം സഞ്ചരിക്കുന്നവർ, നിശിതങ്ങളായ ശൂലങ്ങളെയും വജ്രം തുടങ്ങിയ ആയുധങ്ങളെയും എടുത്ത് നടക്കുന്ന അതിബലവാന്മാർ, ഇങ്ങനെ വീഥികളെല്ലാം സമ്പൂർണങ്ങളായിരിക്കുന്നത് ശ്രദ്ധിച്ചു നോക്കിക്കൊണ്ട് അനിലാത്മജൻ മുന്നോട്ട് നടന്നു. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.